കണ്ടില്ലേ, ഫുള്ള് ലേഡീസ് ക്ലബ്ബാണ്. ഫുള്ള് ലേഡീസ് ബാറാണ് കാണുന്നത്. നിങ്ങൾക്ക് ബാറില്ല അല്ലേ? താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറി ചെല്ലാം. ഈ സ്ട്രീറ്റ് ഫുള്ളും ആൾക്കാരാണ് കണ്ടില്ലേ നിൽക്കുന്നത്. അവിടെയും കുറേ പേര് നിൽപ്പുണ്ട്. ഇൻ്റർനാഷണൽ ക്ലബ്ബ്, ഇൻ്റർനാഷണൽ ക്ലബ്, ഫുള്ള് ക്ലബിൻ്റെ ഏരിയ. ടോക്കിയോ, ജപ്പാൻ. സോ ജപ്പാനിലെ റെഡ് സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. സോ അതിൽ എൻട്രൻസിലേക്കാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് 80+ വീഡിയോ ആണെന്ന്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പോകുന്നതൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ നോക്കാം. നല്ല അടിപൊളി ഇതാണ് കാബുച്ചിഗോ ലൊക്കേഷൻ. ജപ്പാൻ ടോക്കിയോയിലാണ് വരുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഈ കാണുന്നത് മൊത്തം ബാർ ഏരിയ ആണ്. സോ ബാർ ലൊക്കേഷനാണ് ഈ കാണുന്നത്. ഫുള്ള് സ്പാ മസാജ് സെൻ്ററൊക്കെയാണ് കൊടുത്തേക്കുന്നത്. 6000 യെന്നൊക്കെയാണ് റേറ്റ്. അത് കാണുന്നത് എക്സ്റ്റേറിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. കാണുന്നൊക്കെ ലേഡീസാണ് നിൽക്കുന്നത്. അടുത്ത ലൊക്കേഷൻ പോവാം. ഈ ഏരിയ ഫുള്ള് ബാറ് ഇതിൻ്റെ ഏരിയ ആണ്. ആവശ്യമുള്ളവർക്ക് മാത്രം അധികമില്ല. അടുത്തത് എനിക്കൊന്ന് അടുത്ത ലേഡി ലോഞ്ച് ബാറാണ്, കരോക്കെ ബാർ. ഇത് ഫുള്ള് ഇതിൻ്റെ സ്ട്രീറ്റാണ്. നമുക്ക് എന്തായാലും ഉള്ളിൽ മാക്സിമം ഒന്ന് കവർ ചെയ്യാം. സോ ഇതും ഒരു ബാറാണ് ഈ ഏരിയ. എനിക്കൊന്ന് അടുത്ത ആൾക്കാർ ഇൻ്റർനാഷണൽ ക്ലബ്ബ്, ഇൻ്റർനാഷണൽ ക്ലബ്, ഫുള്ള് ക്ലബിൻ്റെ ഏരിയ. അല്ല ഫോട്ടോസൊക്കെ കൊടുത്തേക്കുന്നത്. 80+ ലൊക്കേഷൻ. പീപ്പിംഗ് ഷോ. ഗുഡ്. ഇതെല്ലാം ഇത്രയും സ്ട്രീറ്റുകളിലാണ് സംഭവം കാണുന്നത്. ആവശ്യമുള്ളവർക്ക് അകത്തിയല്ല. ആണ് കാബുച്ചിഗോ ജപ്പാൻ റെഡ് സ്ട്രീറ്റ് ഏരിയ. എല്ലാ സ്ഥലങ്ങളിലും റെഡ് സ്ട്രീറ്റ് ഉണ്ട്. ഗൈസ്, ഇതാണ് ജപ്പാനിലെ കാബുച്ചിഗോ റെഡ് ലൈറ്റ് ഏരിയ, റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. ഫുൾ ആൾക്കാരാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് അകത്തോട്ട് കയറി ചെല്ലാം. ആരും അതിന് ഫോഴ്സൊന്നും ചെയ്യുന്നില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലേക്ക് കയറി ചെല്ലാം. എന്നാലും നല്ല കിടിലൻ സ്പോട്ടാണ്. ജപ്പാനിലേക്ക് വരുന്നുണ്ടെങ്കിൽ കാബുച്ചിഗോ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് ഒന്ന് കയറുന്നത് നല്ലതായിരിക്കും. ഫുൾ ആൾക്കാരാണ് കണ്ടില്ലേ, എല്ലാ സ്ട്രീറ്റിലും ഫുൾ ആൾക്കാർ. പിന്നെ അതിന് മുകളിൽ നമുക്ക് വെറൈറ്റി ഒക്കെ സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ, ഒരു ഡൈനോസർ. എനിക്കൊന്ന് അടുത്ത ആൾക്കാർ താല്പര്യമുള്ളവർക്ക് അതോട് ചെല്ലാം. ഇതങ്ങനെ ആരും ഫോഴ്സൊന്നും ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലേക്ക് അല്ലേ സൈഡിലുള്ള ആൾക്കാർ എന്നിട്ട് വിളിക്കുന്നത്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അകത്തോട്ട് ചെന്നാൽ മതി. അങ്ങനെ ആരെയും ഫോഴ്സ് ചെയ്തുകൊണ്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇതാണ് ലൊക്കേഷൻ. റേറ്റ് എമൗണ്ടൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതെനിക്കൊന്ന് അടുത്ത ആൾക്കാർ സൈഡിൽ. ഫുൾ സ്ട്രീറ്റിലെ ആൾക്കാരാണ് എല്ലാ ഭാഗത്തും. അങ്ങനെ എൻ്റെ ക്ലബ്ബ് മുകളിൽ ഇവിടുന്ന് ആൾക്കാർ കസ്റ്റമർ വിളിച്ചിട്ട് ഉള്ളിൽ കയറും. ഉള്ളിൽ അടുത്ത ക്ലബ്ബ്. അടുത്ത സ്ട്രീറ്റ് VR സ്റ്റുഡിയോ സ്ട്രീറ്റ്. എനിക്കൊന്ന് അടുത്ത കുറച്ച് ആൾക്കാർ. എനിക്കൊന്ന് സ്ട്രീറ്റിൽ അടുത്ത ആൾക്കാർ.
ഇതാണ് കാബുച്ചിക്കോ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട്. സൈഡിലൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, ഇതെല്ലാം ഇതിനു വേണ്ടിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. 80+ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അധികം ഒന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല. ഉള്ളിലേക്ക് കയറിയാൽ മാത്രമേ വല്ലതും കാണാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ കാബുച്ചിക്കോ സ്ട്രീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തേക്ക് കാണുന്നതാണ് കാബുച്ചിക്കോ റെഡ് സ്ട്രീറ്റ് വരുന്നത്. ഇതാണ് ലൊക്കേഷൻ, ജപ്പാൻ.